ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു ഫ്ലിപ്കാർട്ട് ഹൗളായിട്ടാണ് കേട്ടോ. നമ്മളൊന്ന് മാറ്റി പിടിച്ചിരിക്കുകയാണ്. നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഇപ്രാവശ്യം നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഒരു 2 കുർത്താസും അതുപോലെ തന്നെ ഒരു ഫുഡ് വെയറുമാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഫ്ലാറ്റ് ആയിട്ടുള്ള ഫുഡ് വെയറാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് എന്തായാലും നമ്മുടെ പ്രൊഡക്ട്സ് കാണാം. ഫസ്റ്റ് ഞാൻ കാണിച്ചു തരുന്നത് ഈ ഒരു കുർത്തയാണ് കേട്ടോ. കാരണം ഈ ഒരു കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഞാൻ ഫസ്റ്റ് ഈ ഒരു കുർത്ത തന്നെയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് തന്നെയാണ് എനിക്ക് ഈ 3 പ്രൊഡക്ട്സിലും പർച്ചേസ് ചെയ്തപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടുള്ള പ്രൊഡക്റ്റ്. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഈ ഒരു പ്രൊഡക്റ്റാണ്. പാരറ്റ് ഗ്രീൻ കളറാണ് ഈ ഒരു കുർത്തയ്ക്ക് കൊടുത്തിട്ടുള്ളത്. അടിപൊളി കുർത്തയാണ്. അത്യാവശ്യം നല്ല ലെങ്ത് ഒക്കെയുള്ള പ്രിന്റർ വർക്ക്, ഫ്ലവർ പ്രിന്റർ വർക്കാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. എന്തായാലും ഇതിന്റെ നെക്ക് വന്നിട്ട് ബോർഡ് നെക്കാണ്. ബോർഡ് നെക്കിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവുമല്ലോ, ഇതിന്റെ നെക്ക് വന്നിട്ട് ബോർഡ് നെക്കാണ്. ബോർഡ് നെക്കിൽ ഒരു വി കട്ടിങ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കുറച്ച് കയറിയിട്ടുള്ള ടൈപ്പാണ് കേട്ടോ. ബാക്ക് ആണെന്നുണ്ടെങ്കിലും ഇങ്ങനത്തെ ഒരു റൗണ്ട് കുറച്ച് കയറിയിട്ടുള്ള നെക്കാണ്. നമുക്ക് റെഡിമെയ്ഡ്സ് ഒക്കെ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. പിന്നെ ഇതിൻ്റെ പഫാണ് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. എനിക്ക് നല്ല രീതിയിൽ ഡൗട്ട്സ് ഉണ്ടായിരുന്നു. ഞാൻ ഒന്നാമത്തെ കാര്യം ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഞാൻ ആദ്യമായിട്ടാണ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ പർച്ചേസ് ചെയ്യണോ, നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് സെയിം പ്രൊഡക്റ്റ് കിട്ടുമോ എന്നുള്ള കൺഫ്യൂഷനൊക്കെ എനിക്ക് പല പ്രാവശ്യം ഞാൻ സെർച്ച് ചെയ്തപ്പോൾ ഉണ്ടായിരുന്നു. ഇപ്പം ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ മിന്ത്രയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതിനെ കിട്ടുമോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ ഞാൻ പെൻഡിങ് വെച്ചേക്കായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ഞാനൊന്നും നോക്കിയില്ല, ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തു. പിന്നെ ഇത് പർച്ചേസ് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കളറും ഇതിൻ്റെ സ്ലീവും ആണ്. ഒരു ലൈറ്റ് ആയിട്ടുള്ള പഫ് സ്ലീവാണ്, ഒരു പൊന്തി നിൽക്കുന്ന ടൈപ്പിലുള്ള പഫ് സ്ലീവാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ഞാനിവിടെ പിക്ചർ സൈഡിൽ കൊടുക്കാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. പിക്ചറിൽ കാണുന്ന സെയിം പ്രൊഡക്റ്റ് ആണ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഒരു മാറ്റമില്ല, ഹാഫ് പഫ് സ്ലീവ് ആണ് നമുക്ക് വന്നിട്ടുള്ളത്. ഇത് സൺ ഫാഷൻ ആൻഡ് ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിന്റെ ഒരു കുർത്തയാണ് ഇത് കേട്ടോ. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള 2 കുർത്താസും ആ സെയിം ബ്രാൻഡിന്റെ തന്നെയാണ്. ഓർഗാൻസ മെറ്റീരിയലിലാണ് ഇവർ കൊടുത്തിട്ടുള്ളത്. ക്രേപ്പ് മെറ്റീരിയലിൽ ഇവർ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട്. വിത്ത് ലൈനിങ് ആണ് കേട്ടോ. ദെൻ നമുക്ക് സ്ലിറ്റഡ് ടോപ്പാണ്. അത്യാവശ്യം നല്ല ലെങ്ത്തോട് കൂടിയിട്ട് നല്ല നെക്കും വേറെ വർക്കൊന്നുമില്ല. നമുക്ക് ഇതിൽ പ്രിന്റഡ് വർക്ക് ഇവർ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഫ്ലവേഴ്സ് ആണ് ഈ പ്രിന്റഡ് ആയിട്ട് കാണിച്ചിട്ടുള്ളത് കേട്ടോ. അതും ഒരു തരം യെല്ലോ, ഒരു മസ്റ്റേർഡ് യെല്ലോ കളർ കോമ്പിനേഷനാണ് ഇതിൽ ഫ്ലവർ വന്നിട്ടുള്ളത്. അപ്പോൾ ഗ്രീനിലെ ആ ഒരു കളർ യെല്ലോ കോമ്പിനേഷൻ വരുമ്പോൾ അടിപൊളിയായിരിക്കും. എന്തായാലും എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഇത് നമുക്ക് എന്താ പറയുക, നമ്മൾ പെയർ ചെയ്യുക, ഇത് നമ്മൾ പെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പെയർ ചെയ്യുന്നത് വൈറ്റ് പാൻസിനൊപ്പമാണ് കേട്ടോ. സ്കിൻ ഫിറ്റ് പാൻസിനൊപ്പമാണ് ഞാൻ പെയർ ചെയ്തിട്ടുള്ളത്. പ്ലാസോ കാര്യങ്ങളാണ്. നമുക്ക് സ്കിൻ ഫിറ്റ് പാൻസിനൊപ്പം ഒരു ആങ്കിൾ ലെങ്ത് പാൻസിനൊപ്പം നമ്മളിത് പെയർ ചെയ്യാവും കുറച്ചുകൂടെ ബെറ്റർ. അതുപോലെ തന്നെ ഒരു ഫോർമൽ ലുക്കിൽ നമുക്ക് പെയർ ചെയ്യാം. നമുക്ക് ഫോർമൽ ലുക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഹെയർ ഒക്കെ ഒന്ന് അഴിച്ചിട്ടിട്ട് അല്ലെങ്കിൽ ഒന്നല്ലെങ്കിൽ ബോണി ടൈലൊക്കെ കെട്ടിയിട്ട് നമുക്ക് സ്റ്റൈൽ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഓർണമെന്റ്സ് ആണെന്നുണ്ടെങ്കിൽ ഇയറിങ്സ്, സിമ്പിൾ ഇയറിങ്സ്, നെക്ലേസ്, സിമ്പിൾ നെക്ലേസ്, അതുപോലെ തന്നെ ഒരു വാച്ച് ഇട്ടിട്ട് നമുക്ക് പെയർ ചെയ്യാവുന്നതാണ്. വേറെ ഒന്നും നമ്മൾ ആർഭാടമായിട്ട് കൊടുക്കണ്ട എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. എനിക്ക് അങ്ങനെ കൊടുക്കാനാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നുന്നത്. ഇത് ഞാൻ മീഡിയം സൈസിലാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. മീഡിയം സൈസ് എനിക്ക് ഓക്കെയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലൂസിലൊക്കെ കിടക്കുന്നുണ്ട്. ഇത് കുറച്ച് ടൈറ്റോട് കൂടി നമ്മൾ ഇടുക തന്നെയാണ് കുറച്ചുകൂടെ ബെറ്റർ. ലൂസിൽ ഇടുന്നേക്കാൾ ബെറ്റർ ടൈറ്റോട് കൂടിയിട്ട് ഇടുന്നത് തന്നെയാണ്. ഞാൻ എന്തായാലും ഇട്ട് കാണിക്കുന്നത് ഞാൻ ഷേപ്പ് ചെയ്യാനൊന്നും നിന്നിട്ടില്ല. എനിക്ക് കിട്ടി അതുപോലെ തന്നെയാണ് ഞാൻ ഇട്ട് കാണിക്കുന്നത് കേട്ടോ. ഇതിന്റെ പ്രൈസ് ആണ് ഹൈലൈറ്റ് ആയിട്ടുള്ളത്. ഓർഗാൻസോ മെറ്റീരിയലിൽ നമുക്ക് ക്രേപ്പ് ലൈനിങ് ഒക്കെ കൊടുത്തിട്ട് ഒരു അടിപൊളി കുർത്ത നമുക്ക് 599 രൂപ, ഓഫർ പ്രൈസ് ആയിട്ടുള്ള 599 രൂപയ്ക്കാണ് ഈ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളത്. എനിക്ക് ഈ ഒരു പ്രൈസിന് വേർത്താണ് കേട്ടോ. അടിപൊളി മെറ്റീരിയൽ, അതുപോലെ തന്നെ അടിപൊളി ഡിസൈൻ വേസ് ആയിട്ടുള്ള കുർത്തയാണ് നമുക്ക് 599 രൂപയ്ക്ക് ഓഫർ പ്രൈസിന് കിട്ടിയിട്ടുള്ളത്. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല ഇത്രയും വില കുറവിൽ നല്ലൊരു പ്രൊഡക്റ്റ് കിട്ടിയത്. എന്തായാലും ഞാൻ ആദ്യമായിട്ടാണ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്തത്. നല്ലൊരു പ്രൊഡക്റ്റ് തന്നെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഈ ഒരു പ്രൈസിൽ. ഇതിപ്പോൾ നമുക്ക് 499 ഒക്കെ കാണുന്നുണ്ട് ഓഫർ പ്രൈസ്. നിങ്ങൾക്ക് ചെക്ക് ചെയ്തിട്ട് വാങ്ങാം. ഓഫർ പ്രൈസിൽ വാങ്ങാം, മിസ്സാക്കരുത്. നിങ്ങൾ വാങ്ങണം എന്നുള്ള ആൾക്കാർ ഇപ്പം തന്നെ കയറി ചെക്ക് ചെയ്തോളൂ. എന്തായാലും ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ലിങ്കിൽ കയറി നോക്കിയാൽ മതി കേട്ടോ. സെയിം പ്രോഡക്റ്റ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ,
ദെൻ നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്നൊരു ഓഫ് വൈറ്റ് ആൻഡ് യെല്ലോ കോമ്പിനേഷനിൽ വരുന്ന ഒരു പ്രൊഡക്റ്റാണ്, ഒരു കുർത്ത ആണ് ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരുന്നത്. വി നെക്കാണ് വന്നിട്ടുള്ളത്. വേറെ ഒരു വർക്കും നമുക്ക് കൊടുത്തിട്ടില്ല. ഇത് ഞാൻ പറഞ്ഞല്ലോ പ്രിന്റർ വർക്കാണ് ഇതിന് വന്നിട്ടുള്ളത്. വൈറ്റ് ആൻഡ് ഓഫ് വൈറ്റ് ആൻഡ് യെല്ലോ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത്. അതിൽ കംപ്ലീറ്റ് ചെക്ക് പ്രിന്റ് വർക്കാണ് ഇതിന് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ വി നെക്കാണ്. ഇതിൻ്റെ സ്ലീവും ഒരു പഫ് സ്ലീവ് ആണ്, പഫ് ഹാഫ് സ്ലീവ് ആണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ വേറെ വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് സ്ലിറ്റഡ് ടോപ്പാണ്. അടിയിൽ ക്രേപ്പ് ലൈനിങ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ക്രേപ്പ് ലൈനിങ് അടിയിൽ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഓവറോൾ അടിപൊളിയാണ്. പക്ഷെ എനിക്കിത് പർച്ചേസ് ചെയ്തപ്പോൾ പാളിപ്പോയി. എൻ്റെ ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പർച്ചേസ് ചെയ്തപ്പോൾ സൈസ് ഞാൻ കൊടുത്തതിൻ്റെ മിസ്റ്റേക്ക് ആണോ എന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. എനിക്ക് വലിയ ഓർമ്മയില്ല ഞാനിപ്പോൾ സൈസ് ചാർട്ട് ചെയ്യാൻ മറന്നു എന്നുള്ളത്. കാരണം എൻ്റെ ഓർമ്മയിൽ ഞാൻ മീഡിയം കൊടുക്കാൻ ചാൻസ്, ഇതിൻ്റെ എല്ലാ സൈസസും അവൈലബിൾ ആയിരുന്നു. അപ്പോൾ ഞാൻ മീഡിയം കൊടുക്കുകയാണെങ്കിൽ തന്നെ ഞാൻ മീഡിയം കൊടുക്കുള്ളൂ. പക്ഷേ എനിക്ക് കിട്ടിയത് എക്സസ് ആണ്. സ്മോൾ ആണെന്നുണ്ടെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ഇത് എക്സസ് ആണ് കിട്ടിയിരിക്കുന്നത്. എനിക്കിത് ഒന്ന് ഇട്ട് കാണിച്ചു തരാൻ പോലും പറ്റുന്നില്ല കേട്ടോ. നിങ്ങൾക്കൊന്ന് ഇട്ട് കാണിച്ചു തരാകുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയാവും. എനിക്ക് നല്ല ഇഷ്ടമായിട്ടുള്ളൊരു ഇതെന്തായാലും എനിക്ക് ഓണത്തിനൊന്ന് പെയർ ചെയ്യണം എന്നുണ്ടായിരുന്നു. ഒരു നമുക്ക് അതിനൊക്കെ പെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഇത് സെറ്റിൻ്റെ ഒരു ടൈപ്പ് ഫീലൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. എനിക്ക് അങ്ങനെ കിട്ടിയിട്ട് ഞാൻ ഓണത്തിനൊക്കെ പെയർ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷേ സൈസ് നമുക്ക് തീരെ ഇടാൻ പറ്റുന്നില്ല. അങ്ങനെ ടൈറ്റാണ്. നമുക്കൊന്ന് ഇട്ട് പെയർ ചെയ്ത് കാണിച്ചു തരാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ. പക്ഷെ ഇത് ഓവറോൾ അടിപൊളിയാണ്. തീർച്ചയായിട്ടും ഇത് ഞാൻ റിട്ടേൺ അയക്കും. പക്ഷെ അത് ഞാൻ കറക്റ്റ് സൈസിൽ ഞാൻ എന്തായാലും പർച്ചേസ് ചെയ്യും. അപ്പോൾ നമുക്ക് റിട്ടേൺ അയക്കാനുള്ള ടൈമൊക്കെ ഒത്തിരി ഉണ്ട്. നിങ്ങൾക്ക് എന്തായാലും വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യാം. അടിപൊളിയാണ്. മെറ്റീരിയൽ വൈസ് ആണെന്നുണ്ടെങ്കിലും ഡിസൈൻ വൈസ് ആണെങ്കിലും രണ്ടിലും ലൈനിങ് അവർ ക്രേപ്പ് ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത്. അടിപൊളിയാണ്. നല്ല ക്ലോത്താണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങാം. രണ്ടും ഓർഗാൻസോ മെറ്റീരിയലിലാണ് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് ഫോർമലായിട്ടോ അല്ലെങ്കിൽ കാഷ്വലായിട്ടോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇതും ഞാൻ പറയുന്നത് വൈറ്റ് പാൻസിനൊപ്പം ചൂസ് ചെയ്യാന്നുള്ളത് തന്നെയാണ്. പിന്നെ നമ്മൾ സ്കിൻ ഫിറ്റ് പാൻസ് ആണ് കേട്ടോ. ആങ്കിൾ ലെങ്ത് പാൻസിനൊക്കെ ഒപ്പം ചൂസ് ചെയ്യാന്നുള്ളതാണ് ബെറ്റർ. ദെൻ നമ്മൾ ജ്വല്ലറീസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ ഇതിൻ്റെ പറഞ്ഞ പോലെ തന്നെയാണ്. സിമ്പിൾ ജ്വല്ലറീസ് നമ്മൾ സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ ബോണിറ്റയിലോ അല്ലെങ്കിൽ ഹെയർ പരത്തിയിട്ടിട്ടൊക്കെ നമ്മൾ സ്റ്റൈൽ ചെയ്യാവും ബെറ്റർ. ഓക്കെ, എന്തായാലും അടിപൊളി 2 കുർത്താസാണ്. പക്ഷേ ഇതിൻ്റെ സൈസിലാണ് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായത്. എന്തായാലും ഞാൻ ഇതിൻ്റെ കറക്റ്റ് സൈസ് ഞാൻ റിട്ടേൺ ചെയ്തു. കാരണം എനിക്ക് കൺഫ്യൂഷനാണ്. ഞാൻ കൊടുത്തതിൻ്റെ മിസ്റ്റേക്കാണോ അല്ലെങ്കിൽ എനിക്ക് മാറി കിട്ടിയതാണോ, എനിക്ക് അങ്ങനെ വലിയ ഓർമ്മയില്ല. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്, കറക്റ്റായിട്ട് പറയാത്തത്. ഇനിയിപ്പോൾ അവരുടെ ഫോൾട്ടാണെന്ന് എനിക്ക് പറയാൻ എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല. കാരണം എനിക്ക് ഡൗട്ടാണ് ഞാൻ സൈസ് കൊടുത്തോ ഇല്ലേ എന്നുള്ളത്. അതുകൊണ്ടാണ് കേട്ടോ. എന്തായാലും ഞാൻ റിട്ടേൺ അയച്ചിട്ട് കറക്റ്റ് സൈസ് ഞാൻ എടുക്കുന്നുണ്ട്. ഇതെനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട 2 കുർത്താസാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ പ്രൈസാണ്. ഇതിൻ്റെ പ്രൈസ് ഞാൻ ഓഫർ പ്രൈസ് ആയിട്ടുള്ള 599 രൂപയ്ക്കാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. 599 രൂപയ്ക്ക് ഇത് വേർത്താണ്. എനിക്ക് സൈസ് ഓക്കെ ആയിട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷേ ബാക്കി ഓവറോൾ ഈ ഒരു പ്രൊഡക്റ്റ് വെച്ച് നോക്കുമ്പോൾ അടിപൊളി മെറ്റീരിയലും അടിപൊളി ഡിസൈനും അടിപൊളി കുർത്തയാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളത്. 599 രൂപയ്ക്ക് ഇത് വേർത്താണ്. ലൈനിങ്ങോടൊക്കെ കൂടിയിട്ടുള്ളൊരു കുർത്ത നമുക്ക് പഫ് സ്ലീവും ഹാഫ് സ്ലീവോടൊക്കെ കൂടിയിട്ട് ഓർഗാൻസോ മെറ്റീരിയൽ കിട്ടുക എന്ന് പറയുന്നത് ലക്കാണ്. ഫ്ലിപ്കാർട്ട് ആയതുകൊണ്ട് തന്നെ ആയിരിക്കണം. ഓക്കെ, എന്തായാലും അടിപൊളി കുർത്തയാണ്. രണ്ടും അടിപൊളി കുർത്തയാണ് കേട്ടോ. 599 ഓഫർ പ്രൈസ് ആയിട്ടുള്ള 599 ഇത് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ മൂന്നാമത്തത് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഫുഡ് വെയർ ആണ് കേട്ടോ. ഈ ഒരു ഫുഡ് വെയർ ആണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടാവും. നമുക്ക് ഒരുപാട് ഷോപ്പിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഫുഡ് വെയേഴ്സ് ആണ്. ഇത് മെയിനായിട്ട് നമ്മൾ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നത് നമുക്ക് ഡിസ്കൗണ്ട് ഉണ്ടല്ലോ എന്നുള്ളത് കൊണ്ടാണ്. ഫ്ലിപ്കാർട്ടിലാണെങ്കിലും നല്ല ഡിസ്കൗണ്ടിലാണ് ഇതൊക്കെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഫുഡ് വെയർ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് 250 രൂപയ്ക്കാണ്. ഈ ഒരു ഫുഡ് വെയർ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അടിപൊളിയാണ്. ലെതർ വൈസ് ആണെന്നുണ്ടെങ്കിലും അടിപൊളി ലെതറാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇതൊരു രാവിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ ആണ്. ഇത് ഫ്ലാറ്റ് സാൻഡൽ വെയർ ആണ്. ഇതിൻ്റെ ബോഡി വന്നിട്ട് സിന്തറ്റിക് ഫോം ആണ്. ഇത് ഒരു
റബ്ബറിന്റെ ടൈപ്പാണ്. ഇങ്ങനെ നമുക്ക് വലിക്കാനൊക്കെ പറ്റും, ഒരു കുഴപ്പമില്ല കേട്ടോ. ഇതൊക്കെ നമുക്ക് റഫ് യൂസ് ആയിട്ട് നമുക്ക് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു ഫുഡ് വെയർ ആണ്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ എടുത്തിട്ടുള്ള ഒരു ഫുഡ് വെയർ ആണ്. ഇതിന്റെ ഡിസൈൻ ആണെങ്കിലും ഹാർട്ട് ഷേപ്പ് ആണ് ഇതിന് വന്നിട്ടുള്ളത്. ഇതിൽ ഹാർട്ടാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഇത് വന്നിട്ടുള്ളത്. ഇതിന്റെ ഡിസൈൻ ആണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത്. പണി കിട്ടിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ സൈസ് ആണ് കേട്ടോ. സൈസ് ഞാൻ കറക്റ്റ് സൈസ് തന്നെയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇതെനിക്ക് നല്ല ഓർമ്മയുണ്ട്, കറക്റ്റ് സൈസാണ് ഞാൻ കൊടുത്തത്. പക്ഷെ എനിക്ക് കയ്യിൽ കിട്ടിയത് 41 സൈസാണ്. യൂറോ സൈസ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് 39 വേണ്ടത്. അതിൽ ഇന്ത്യൻ സൈസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇന്ത്യൻ സൈസ് 6 ആണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 39 കിട്ടേണ്ട സ്ഥാനത്ത് എനിക്ക് 41 കിട്ടിയിട്ടുള്ളത്. എനിക്ക് തോന്നണം എന്നല്ലെങ്കിൽ അവർക്ക് പ്രൊഡക്റ്റ് ഉണ്ടാവായിരിക്കില്ല, അല്ലാന്നുണ്ടെങ്കിൽ അവരങ്ങനെ തെറ്റിയയച്ച് തന്നെ ആവാം, പറയാൻ പറ്റില്ല. നമുക്ക് എന്തായാലും റിട്ടേൺ അയച്ചിട്ട് വേറെ ഒരെണ്ണം വാങ്ങാം, അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇതിൻ്റെ അടിഭാഗം നല്ല ഗ്രിപ്പോട് കൂടിയിട്ടൊക്കെ ഉള്ളതാണ്. ഇതിൻ്റെ ലോക്ക് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ ഈ ഒരു പോർഷൻ കണക്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, നിങ്ങളത് കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നല്ലൊരു ഫുഡ് വെയർ ആണ്, ഫ്ലാറ്റ് ആയിട്ട് നമുക്ക് റെഫ്യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഫുഡ് വെയർ ആണ്. ബട്ട് ഈ ഒരു ഇഷ്യൂ ആണ് എനിക്ക് ഉള്ളത്, സൈസ്. 40 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പം 39 ആണ് എൻ്റെ സൈസ്. ഒരു 40 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരുന്നു. പക്ഷെ 40 പോലും അല്ല, 41 ആണ്. ഞാൻ എന്തായാലും ഇട്ട് കാണിച്ചു തരുന്നുണ്ട്, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം വലുതാണെന്നുള്ളത്. എന്തായാലും ഇത് ഞാൻ മാറ്റി വാങ്ങുന്നുണ്ട്. ഓക്കെ, എന്തായാലും അടിപൊളി ഫുഡ് വെയേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഇതുവരെ കണ്ടുപോയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കാം. താങ്ക്